ജെറുസലത്തിലെ സഹോദരിമാരെ, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് വിപലിക്കുന്നു. അപ്പോൾ ഞങ്ങളെ ഓർത്ത് ആരും കരയണ്ട. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജോസ് കെ മാണി ഒരു നിലപാടെടുക്കും, അല്ലെങ്കിൽ ജോസ് കെ മാണി കഴിഞ്ഞ 6 മാസക്കാലത്തിന്റെ ഇടയ്ക്ക് നമുക്കറിയാം ആ കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും, എന്തായിരിക്കും ഇനി എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് പറഞ്ഞ് നിരന്തരമായ ചർച്ചകൾ നടക്കുകയാണ് അല്ലേ. എവിടെയും ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇപ്പൊ ഈ ചർച്ച വന്നത് എന്തിനാ? ഞാന് ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLA-മാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLA-മാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിനകത്ത് കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ് അല്ലേ. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ, ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിന്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്തെ ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പൊ അത് 80 അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എങ്ങാണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. ആര് പറഞ്ഞു? മുന്നണി യോഗത്തിൽ ആരെങ്കിലും കേരള കോൺഗ്രസ് റെപ്രസെന്റേറ്റീവ് വേണമെന്നുള്ളതാണ്. എല്ലാ മുന്നണി യോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടോ? പാർലമെന്റ് ഉള്ളപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ. അവിടെ സ്റ്റീഫൻ ജോർജ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടല്ലോ. ഈ നിയമസഭ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്നത്തെ റിസൾട്ട് വന്നതിന് ശേഷം ആദ്യത്തെ LDF യോഗത്തിലും അവിടെ വിലയിരുത്തുകയും നമ്മുടെ നിലപാടുകളും എന്താണ് ഉണ്ടായതും ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഏറ്റവും സീനിയറായ ജയകുമാറിന് അത് എന്തിനാ ചർച്ച നടത്തണം? അല്ല, ഞാൻ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ചർച്ച ചെയ്തത് എപ്പോഴും അവിടുന്ന് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കോൾ വരുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തിനും വരണം എന്ന് പലരും പറയുന്നുണ്ടല്ലോ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കുറ്റക്കാരാണോ? അപ്പൊ ആരെങ്കിലും കേരള കോൺഗ്രസിനെ വരണം, ഒരു മുന്നണിയിലേക്ക് വരണം, ചിലപ്പോൾ അത് BJP-യിലേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് UDF-ലേക്ക് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തിനാ കുറ്റപ്പെടുത്തുന്നേ? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ബലം ഉള്ളത് കൊണ്ടല്ലേ, പ്രാധാന്യം ഉള്ളത് കൊണ്ടല്ലേ. ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും. പക്ഷെ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ വ്യത്യസ്ത അഭിപ്രായം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യാസ അഭിപ്രായം ഇല്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ഇപ്പോൾ ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. ആ പല അഭിപ്രായങ്ങളും അതിനെ ക്രോഡീകരിച്ച് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്, ആ തീരുമാനം അനുസരിച്ച് പോകും. പാർട്ടിക്കകത്തൊരു ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണോ ഇപ്പോഴും പുറത്തു വരുന്ന ഈ വാർത്തകളൊക്കെ? പാർട്ടിക്കകത്തൊരു ഭിന്നതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പാർട്ടി ഒരു തീരുമാനമെടുത്ത എല്ലാ 5 MLA-മാരും എല്ലാവരും അതിന്റെ കൂടെ നിൽക്കും. സംശയമുണ്ടോ? ഒരു സംശയമില്ല. വ്യത്യസ്തമായി ഏത് അഭിപ്രായം? അഭിപ്രായം എല്ലാവർക്കും ഇല്ലേ? അഭിപ്രായം ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അഭിപ്രായമില്ലേ? അവിടുത്തെ UDF-നകത്ത് അഭിപ്രായം ഇല്ലേ? അതിനകത്ത് LDF-നകത്ത് അഭിപ്രായം ഇല്ലേ? LDF കൂടുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ എന്താ? LDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് പോകാനാണോ? അല്ലല്ലോ. UDF-നകത്ത് ഇരിക്കുമ്പോൾ എല്ലാം നല്ലതാണ്, നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത്? അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കും. അതിനെന്നാ കുഴപ്പം?
പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണ് അതെല്ലാം. അല്ല, പാർട്ടിക്കുള്ളിലെ ചർച്ച എന്നല്ലല്ലോ. പാർട്ടിക്കുള്ളിലേക്കകത്ത് ഇപ്പൊ നമ്മൾ മീറ്റിംഗ് കൂടാൻ പോകുന്നു, പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനകത്ത് ഈ പറയുന്ന മുന്നണി മാറ്റം അല്ലല്ലോ. അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത്, പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ്. ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെ ആയിരിക്കും. പക്ഷെ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഈ പറയുന്ന നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെന്റ് ഉണ്ട്, ബഡ്ജറ്റ് ഉണ്ട്. അതുകൊണ്ട് ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുമായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അത് സത്യമാണ്. എന്തുകൊണ്ട് അതിനകത്താണ്. അപ്പൊ ക്യാപ്റ്റൻ ഞാൻ തന്നെ ആയിരിക്കും, അത് സംശയമൊന്നുമില്ല. ഒരു കാര്യം, ജോസ് കെ മാണി ഈ സോണിയാഗാന്ധിയോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു അല്ല, അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. അതല്ലേ നിങ്ങൾ അതല്ല വാർത്ത വന്നത് നിങ്ങളിൽ നിന്നാ വന്നത്. നിങ്ങൾ പറ, എവിടെ വെച്ച്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്നാലല്ലേ എനിക്ക് പറയുന്നത്. നാളെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച നടത്തിയോ എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാനാ? ഇല്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ. അല്ല, ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ടാണ്. ഞാൻ ഒറ്റ കാര്യം, കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത്. ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഉറച്ചതാണ്. കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തിനോടൊപ്പം മുഴുവൻ 5 MLA-മാരും ഉണ്ടാവും. കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഉള്ളത് എവിടെയാ? ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, കേരള കോൺഗ്രസ് 5 വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടി 5 വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക, UDF പുറത്താക്കുക ചെയ്തത്. പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുക്കും. ആ നിലപാട് ഉറച്ചതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു ഞങ്ങൾ ഹാപ്പിയാണ്. അല്ലാതെ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ജോസ് കെ മാണി നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയേലും ഉണ്ടെന്ന് പറയാമോ? എവിടെയേലും എന്റെ സംസാരത്തിലോ എന്റെ ഇടപെടലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു ഇപ്പൊ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയേലും ഉണ്ട്? നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. ഒരു കാരണം കണ്ടെത്താൻ കഴിയാത്തതാണ് കേരളത്തിൽ. കാരണം എന്തിനാ? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ടോ? ഞങ്ങൾ പാർട്ടി തീരുമാനിച്ചെന്ന് പറഞ്ഞു പോയാൽ പോലെ. വ്യാജ വാർത്തകൾക്ക് പിറകിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ? ഈ പുതിയ കനോഗിരി സിദ്ധാന്തമൊക്കെ ഉണ്ടല്ലോ, ഇത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിൽ എന്തെങ്കിലും പുള്ളിയാണോ വ്യാജ വാർത്ത ഉണ്ടാക്കിയത്? അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം. അതെ, കോൺഗ്രസിന്റെ ഈ സഭാ നേതൃത്വത്തിന് കേരള കോൺഗ്രസിനോട് ഒന്നിക്കണമെന്നൊരു ആഗ്രഹമില്ലേ? സഭ ഒരു കാരണം വെച്ചും രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും, സോഷ്യൽ ഇഷ്യൂസ്, ജനകീയ വിഷയങ്ങൾ. ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ ഏത് കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. പറഞ്ഞ മനസ്സിലായില്ല. പക്ഷെ കഴിഞ്ഞ 2-3 ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസിനോടുള്ള കട്ടയ്ക്കുള്ള ഒരു കലിപ്പ്. അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ്. ആ ഒരുക്കെ ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കയ്യിലിരിക്കട്ടെ. ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് കൺഫ്യൂഷൻ ഞാൻ എവിടെ ഇല്ലായിരുന്നല്ലോ, വിദേശത്തായിരുന്നു, പോസ്റ്റ് ഇട്ടു. അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ? അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിയെന്നല്ലേ ഉള്ളൂ. അത് ഒരു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? എനിക്കുണ്ട്. ഏത്? ഇതല്ലേ പറഞ്ഞു. 1947 ഇന്ത്യക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടി. അത് ആരെഴുതും? അതിനെന്നാ? അത് തുടരുകയല്ലേ? അതിന് സംശയം എന്നാ? ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട്, അത് എഴുതും. കോട്ടയത്തിന്റെ പുറത്തല്ല ഈ വിവാദം ഒക്കെ ഉണ്ടാക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളുടെ MLA ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മുഴുവൻ ആൾക്കും ഒരുമിച്ചുണ്ടാവും. ആത്മവിശ്വാസം കേരള കോൺഗ്രസിന് MN ഉണ്ട്, നേതൃത്വമുണ്ട്, എനിക്കും ഉണ്ട്. കുതന്ത്രങ്ങളാണ് ഇതിന്റെ പിന്നില്. UDF-ന് ഒരു ആത്മവിശ്വാസക്കുറവുണ്ട്, ഭരണം കിട്ടുകയും ചെയ്യുന്നു. അപ്പൊ അതിന്റെ കൂടെ എല്ലാരും പിന്നാലെ പോയി. ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പൊ നമുക്കറിയാം. നമുക്ക് പാലക്കാടത്തെ കേസുണ്ട്, ശബരിമലയുടെ കേസുണ്ട്. അപ്പോൾ പുതിയൊരു കഥാനായകനെ കിട്ടണം, അപ്പൊ രാഷ്ട്രീയം തിരിച്ചുവിടണം. അതൊക്കെ കാണും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയം ഇനി ചർച്ചയ്ക്ക് വരില്ല എന്ന് ഉറപ്പാണോ? അത് ചർച്ചയ്ക്ക് വരുമോ ഇല്ലോ എന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നിങ്ങളല്ല ചർച്ചയ്ക്ക് എടുക്കുന്നത്, ഞാനല്ലല്ലോ ചർച്ചയ്ക്ക് എടുക്കുന്നത്, മാധ്യമങ്ങളല്ല ചർച്ച എടുക്കുന്നത്. ഇനിയിപ്പോ അതിനെപ്പറ്റി വീണ്ടും ചർച്ച വേണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പല വിസ്മയങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാം. അല്ല, അതിപ്പോ നിങ്ങൾ ആ വിസ്മയം എന്ന് പറഞ്ഞ കേരള കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെയാ അത് കൂട്ടി വായിച്ചു?
JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അതോടൊപ്പം ഈ അത് ടോട്ടലി ഭിന്നശേഷി കമ്മീഷൻ ഇതിലൊക്കെ ഈ സഭയ്ക്ക് ഒരു അതൃപ്തിയുണ്ട്. അത് കേരള കോൺഗ്രസിന് സമ്മർദ്ദമായി വരുന്നുണ്ടോ സംഘടനകളുടെ ഭാഗത്തുനിന്ന്? ഈ പറയുന്ന ഏതൊക്കെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ നടപടികളില് അല്ല, ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒത്തിരി ഇടപെട്ടിട്ടുള്ള കാര്യമാണ്. അത് പരിഹരിക്കേണ്ടതാണ്. തീർച്ചയായും അത് ജനകീയ വിഷയമാണ്. അത് സുപ്രീം കോടതിയിൽ കൃത്യമായി കേരള സർക്കാർ അവിടെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. NSSന് ലഭിച്ച അതേ രീതിയിൽ ഈ പറയുന്ന നിയമനം മറ്റുള്ള സംഘടനയ്ക്കും സിമിലർ ആയിട്ടുള്ള കോർപ്പറേറ്റ് മാനേജ്മെന്റിനും കൊടുക്കണമെന്ന് അവിടെ അഫിഡവിറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറെ 100 പേര് ഇൻഡിവിജ്വലായിട്ട് അവിടെ SLP കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കേസ് ഓരോരുത്തരും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ തരണം എന്ന് പറയുമ്പോൾ കോടതിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം, പക്ഷെ കോടതിയെയും കൂടി അറിയിച്ച് ഞങ്ങളുടെ അനുവാദത്തോടു കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. കോടതിയെ അറിയിച്ചു, അഫിഡവിറ്റ് കൊടുത്തു. പക്ഷെ ആ കേസ് കോൾ ഫോർവേഡ് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് നേരത്തെ തന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ടതുണ്ട്. അത് അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആവും. അതാണ് നിയമപരമായിട്ടൊരു വിഷയമാണ്. പക്ഷെ അത് എത്രയും പെട്ടെന്ന് അത് ഫോളോ അപ്പ് ചെയ്യണം. ഇന്നലെയും ബഹുമാനായ ലോ മിനിസ്റ്റർ ശ്രീ ബഹുമാനപ്പെട്ട രാജീവ് മന്ത്രി എന്നെ വിളിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം എന്നെ അറിയിക്കുകയും ചെയ്തു. ഇതൊക്കെ കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾ ഇതെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ നിർണായകമാണ്. അത് തീർച്ചയായിട്ടും ഭരണം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നുണ്ടല്ലോ. അതെ, എന്തിനാണ് ഞങ്ങൾക്ക് ഇവിടെ ഭരണം കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ UDF-ലേക്ക് കൂടുതൽ സീറ്റുകളൊക്കെ ചോദിക്കുമോ? കൂടുതൽ സീറ്റ് അതെ, അപ്പോൾ കൂടുതൽ സീറ്റുകൾ എങ്ങനെയാണ് എന്ത് വേണമെന്നൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ നടത്ത ചർച്ച ചെയ്യൂലോ. അതിനകത്ത് ഞങ്ങൾ ആലോചിക്കും. ഈ രണ്ട് JB കോശി കമ്മീഷനും ഭിന്നശേഷി നിയമനത്തിലൊക്കെ തൃപ്തരാണോ? സർക്കാർ ഇടപെടലിൽ തൃപ്തരാണോ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിലും? അല്ല, ആ റിപ്പോർട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഒരു സംവിധാനമൊന്നും വന്നില്ലല്ലോ. ഇടതുപക്ഷമായിട്ടുള്ള പല കാര്യങ്ങളും EWS 10% സംവരണത്തിന്റെ കാര്യത്തിൽ വന്യമൃഗത്തിന്റെ ആ ഭേദഗതി ബില്ല് കേന്ദ്രത്തിൻ്റെതാണ്. പക്ഷെ നമുക്കത് എടുക്കാൻ കഴിഞ്ഞു, പട്ടയവുമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മുൻപുമായുള്ള വിഷയത്തിൽ ഇടപെടുവാൻ കഴിഞ്ഞു. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ അത് വേണ്ടതാണ്. അതിനകത്തുള്ള റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. UDF-ൽ ഉണ്ടായിരുന്ന സമയത്ത് താങ്കൾക്ക് രാജ്യസഭാ സീറ്റ് ലഭിച്ച കാര്യത്തിലടക്കം സോണിയാഗാന്ധി അനുകൂലമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ താങ്കളെ കാണണമെന്ന് ഇപ്പോൾ പോയി കാണുന്നു. അങ്ങനെ ഒരാൾ എന്തിനാ ഈ പറയുന്നത് ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞ് അത് ഏതെങ്കിലും ഈ പറഞ്ഞ ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണ് കാണും. ദേശീയ തലത്തിൽ ഒരു വിഷയം SIR-ന്റെ വിഷയമാണ്. അവിടെ കാണുന്നത് ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളതാണ്. കാണേണ്ടതാണ് കാണും. അത് ഡിപ്പെൻസ് അപ്പോൺ ദ സബ്ജക്ട്. ഈ പറഞ്ഞ നിലപാടുകളിലൊന്നും മാറ്റം ഉണ്ടാവില്ലല്ലോ. കേരള കോൺഗ്രസ് നിങ്ങൾക്കുണ്ടോ സംശയം? നിങ്ങൾക്ക് സംശയമുണ്ടോ? നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്വാഭാവികമായിട്ട് ഇതിനിടയ്ക്ക് നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാല് ചർച്ചയാവും. നിങ്ങളുടെ ചർച്ച ഉണ്ടാക്കിയാൽ ചർച്ചയാവൂല. മാധ്യമയുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അത് അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നിലവിലുള്ള അല്ല, അത് മാധ്യമങ്ങൾ പറഞ്ഞു ഞാൻ ഇവിടെ മത്സരിക്കണം. അല്ല, അവരുടെ ഘടകകക്ഷിയല്ലേ. അപ്പൊ കാണുന്നതിന്റെ കുഴപ്പം അല്ല. നിലവിലുള്ള MLA-മാരും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സ്ഥാനാർത്ഥികളും ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇനി ഒന്നുമില്ലല്ലോ. ഇനി വീണ്ടും സംശയമായിട്ട് വന്നേക്കരുത്. അത് ചോദിച്ചില്ലല്ലോ. ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാതിരുന്നാൽ മതി. ഒരു കുഴപ്പമില്ല. ഇന്ന് രാവിലെ സംസാരിച്ചിരിക്കുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് താനും, കോട്ടയത്തുണ്ട് താനും. ഞങ്ങൾ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പുള്ളി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ്. കൂടെ വേണം. ഏതെങ്കിലും കാര്യത്തിൽ കമന്റുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ചിട്ട് തന്നെയാണ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈ റേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ
മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.